കേരളം അല്ലെങ്കിൽ കേരളീയർ നേരിടുന്ന പ്രധാന വിപത്തുകളിലൊന്ന് മദ്യപാനശീലമാണെന്ന് എല്ലാ കണക്കുകളും തെളിയിക്കുന്നു, വ്യക്തമാക്കുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. ഇവരെ രോഗികളായി തിരിച്ചറിയുന്നവർ കുറവാണ്. അങ്ങനെ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് പുനർജനി. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. പൂമല എന്ന ഗ്രാമനാമം തന്നെ ലഹരി പിടിപ്പിക്കുന്നതാണ്. തൃശൂർ ജില്ലയിലെ ഈ ചെറിയ ഗ്രാമത്തിലാണ് പുനർജനി എന്ന മദ്യലഹരി വിമുക്തമാക്കുന്ന ചികിത്സാ കേന്ദ്രം. പൂമലക്കാർക്ക് പണ്ട് അറിയപ്പെട്ടിരുന്ന മദ്യപാനി ജോൺസനാണ്. BA-ക്കും MA-ക്കും റാങ്ക് നേടിയ ശേഷം ഡോക്ടറേറ്റും കരസ്ഥമാക്കി ജോൺസൺ. തൊട്ടു പിന്നാലെ കുടിയൻ ജോൺസൺ എന്നായി പേര്. പലതും നഷ്ടപ്പെട്ടു: ജോലി, കുടുംബം, സമ്പത്ത്. 9 വർഷമായി മദ്യാസക്തി ഉപേക്ഷിച്ച ജോൺസൺ 5 വർഷമായി ഈ ചികിത്സാ കേന്ദ്രം നടത്തുന്നു. ഈ മദ്യാസക്ത രോഗിയായിത്തീരുന്ന ഒരാൾ ഇവിടെ എത്തിപ്പെടുന്ന അവസ്ഥയിലെത്തുമ്പോഴേക്കും അയാളെല്ലാവരും വെറുക്കുകയാണ് ചെയ്യുന്നത്. അയാൾ വല്ലാത്ത ലോൺലിനെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൻ്റെ ഉള്ളിൽ. കാരണം അയാൾക്ക് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അയാളെ ഒരു രോഗി എന്നുള്ള നിലയിൽ ആരും കാണുന്നില്ല. അതിന് പകരം നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചിട്ടുള്ള ഒരു കള്ളൂടിയൻ എന്നുള്ള രീതിയിലാണ് സ്വന്തം ഭാര്യയും മക്കളും സമൂഹവും കാണുന്നത്. അങ്ങനെ ഒരു ബേർഡൻ, എല്ലാവർക്കും ഒരു ശല്യക്കാരനായി തീർന്നിട്ടുള്ള ഈ കക്ഷിയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ, ഇവിടെ ഞങ്ങൾ മുന്നേ ഇവിടെ കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളിവിടെ കിടക്കുന്ന ആൾക്കാരെ അടക്കമുള്ള ആൾക്കാരെ അയാളെ വാം വെൽക്കം ചെയ്യാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ അയാൾക്ക് ഇവിടെ എത്തുമ്പോൾ ഒരു സമാധാനമായി. ഇത് നമുക്ക് ഒരു കുഴപ്പമില്ല, ഇഷ്ടം, ഇവിടെ ആരും ചീത്ത പറയണില്ല, നീ ഒരു കള്ളുകൂടിയൻ എന്നുള്ള നിലയ്ക്ക് മാനസികമായിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നില്ല. അതിന് പകരം വളരെ സൗഹൃദത്തോടു കൂടിയിട്ടാണ് വിളിച്ചു കയറ്റണത്. ഇരിക്ക്, കിടക്കുക, അവന് സൗകര്യം, വാള് വെച്ചാൽ അതിന് തുടയ്ക്കാൻ ആൾ, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെയിൻ കുറിയൊക്കെ പോലെയുള്ള ഒരു പരിപാടിയാണ്. ഈ പിന്നെ വൂണ്ടഡ് ഹീലർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യണത്. ഞാനൊരു മുറിവേറ്റ ചികിത്സകനാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ. എനിക്ക് റിക്കവറി കിട്ടിയപ്പോൾ. അപ്പോൾ ഞാൻ വേറൊരാളെ സഹായിക്കുമ്പോൾ അവൻ്റെ പ്രശ്നം എന്താണെന്ന് എന്നേക്കാൾ കൂടുതലായി ലോകത്താർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ സഹായിക്കാൻ സന്നദ്ധനാകുമ്പോൾ അവന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും, അവൻ്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കും. ഒരു നല്ല മദ്യപാനിക്ക് മാത്രമേ മറ്റൊരു നല്ല മദ്യപാനിയെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പുനർജനിയിലെ സിദ്ധാന്തം. എന്തായാലും ദീർഘകാലമായി ഈ കാര്യത്തിൽ ഡോക്ടറെ സമീപിക്കുന്നവൻ, മദ്യലഹരിയിൽ അടിമപ്പെട്ടവൻ, ഡോക്ടറെ ശത്രുവായി കാണുന്നു. പുനർജനിയിലെ ചികിത്സകൻ മിത്രമാണ്. ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ മാക്സിമം ഒരു 5 പെഗ് വരെയൊക്കെ എത്തുമ്പോഴേക്കും നല്ല കിക്കായിരുന്നു. അവസാനം എത്തിയെന്നാണ് ഇപ്പോൾ 22 പെഗ് കുറയാറില്ല, ആരും കൂടാറില്ലോ. ഒരു ദിവസം 22 പെഗ്? ഒരു ദിവസം. കാലത്ത് ഒരു പൈൻറ്റ് അടിച്ച് 2 ആക്കും. 2 ആക്കി കഴിഞ്ഞാൽ അതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല, ഗ്ലാസ് നിറച്ചുണ്ടാവും. 2 കൈയ്യാണ് കൂട്ടി പിടിച്ച് കുടിക്കണം. അതെന്താ 2 കൈ കൂട്ടി? കൈ വരച്ചിട്ട്. കുടിച്ചില്ലേ കൈ വരയ്ക്കും? കാലത്ത് എണീക്കുമ്പോൾ തന്നെ വരയ്ക്കും. ആകെ ശരീരം ആകെ വരയ്ക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ അതിരാവിലേക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? തൃശ്ശൂർ പോവും. അവിടെ 6 മണിക്ക് ബാറ് തുറക്കലോ, 5:30 മണിക്ക് ബാറ് തുറക്കും. 10 മണിക്കല്ലേ ബാറ് തുറക്കാൻ പാടുള്ളൂ? അല്ലല്ല, 6 മണിക്ക് തൊട്ട് തുറക്കുന്ന ബാറുകളുണ്ട്. 6 മണി പറഞ്ഞാൽ 5:30 മണിക്ക് ബാറുകൾ തുറക്കും. ഇത് കഴിക്കുന്നത് നിർത്തണം എന്ന് തോന്നാറുണ്ട്. പക്ഷേ അവസാനം ഇപ്പോൾ ഈ 11 മാസമായിട്ടാണ് കുടി നിർത്താൻ പറ്റിയത്. നിർത്തണമെന്ന് മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ നിർത്താന്ന് അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന സമയത്ത് തന്നെ ജോൺസൺ സാറായിട്ട് കണ്ട് സംസാരിച്ച് പുനർജനിയിൽ വന്നത്. കുടിയൻ ജോൺസൺ എന്ന് വിളിക്കുന്ന ജോൺസന്റെ കേന്ദ്രത്തിൽ ഇന്ന് വിശ്വസ്തരായ അന്തേവാസികളാണ്. പ്രായമേറിയവരുണ്ട്, യുവാക്കളുണ്ട്. ആർക്കും എവിടെയും പോകാം, മടങ്ങി വരാം. അന്തേവാസികളെ കുടുംബാംഗങ്ങൾക്ക് എപ്പോഴും സന്ദർശിക്കാം. എപ്പോഴും തുറക്കുന്ന വാതിൽ. വർഷാപ്പിലാണ്. ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചു തരാനുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാറുണ്ട്, വൈകുന്നേരം കഴിക്കാറുണ്ട്. നാട്ടിൽ പക്ഷെ അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അത്യാവശ്യം വൈകുന്നേരം നന്നായിട്ട് കഴിച്ചിട്ട് തന്നെയാണ് വീട്ടിലേക്ക് വന്നിരുന്നത്. പെൺപിള്ളയായിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് പെണ്ണുമ്പിള്ള എന്താ പറയുക, ഇപ്പോൾ ഞങ്ങൾ വഴക്കുണ്ടായിട്ടുണ്ട്. പിന്നെ അവൾക്ക് രാത്രി ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി വന്നിട്ട് ഞാനത് അറിഞ്ഞില്ല. ഞാൻ അടിച്ചു വിറ്റിട്ട് കയറി കിടന്ന് ഉറങ്ങായിരുന്നു. അതേപോലെ കുറേ വീടിനുള്ളിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നെ പറയുമ്പോഴാണ് നമുക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ വെറുതെ ഇത് ചിരിച്ച് തമാശയായിട്ട് കളയാൻ പറ്റുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. പിറ്റേ ദിവസം രാവിലെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. പക്ഷേ തലേദിവസം കാണിച്ച കാര്യങ്ങൾ നമുക്കറിയില്ല. മുണ്ട് കൊടുക്കാണ്ടും മൂത്തൊഴിക്കാൻ പോലെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പൊ ഒരു മദ്യപാനികളോട് എന്താ പറയാനുള്ള ബൈജുവിന്? കള്ള് കുടിക്കാതിരിക്കുക, അതിനുവേണ്ടി ആ ഒരു കൂട്ടിട്ട് ഉപേക്ഷിക്കുക, അങ്ങനെ കിട്ടുന്ന ലാഭം വേണ്ടാന്ന് വെക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അതിനുള്ള ലാഭം വേണ്ട, ഇതും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇതായി പോകും. കൂട്ടിട്ട് ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം നമ്മുടെ കാശുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ തന്നെ യൂസ് ചെയ്യേണ്ട ഇഷ്ടം പോലെ ആൾക്കാർ അപ്പുറത്തുണ്ട്. നമ്മൾ തന്നെ ചിലരെ പൊന്തിച്ച് പറഞ്ഞാൽ മതിയായിരിക്കും, ചിലർ തന്നെ കാശ് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക വഴി. അപ്പോൾ ആ വഴിക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് നല്ല പരിപാടി. മദ്യാസക്തി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം എല്ലാ ദിവസവുമുള്ള കൂട്ടാണ്, ബന്ധങ്ങളാണ്. ചിലർക്ക് കുഴപ്പങ്ങൾ കൂടുന്നു, ചിലർക്ക് കുഴപ്പങ്ങൾ കുറയുന്നു. എന്തായാലും ഒരു നല്ല മദ്യപാനിക്കും ഉപദേശങ്ങൾ ഇഷ്ടമല്ല. പുനർജനിയിലെ പ്രത്യേകത ഇവിടെ ഉപദേശകരില്ല. നമ്മൾ വന്നതിന് ശേഷം പിന്നെ വരുന്ന ആളുകളെ ശരിക്കും ഇവിടെ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊന്നുമില്ല. ഞങ്ങൾ തന്നെ പുതിയ ആൾ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. എന്നാൽ എല്ലാ കാര്യവും ഫാമിലി അല്ലെങ്കിൽ എന്നാ തുടങ്ങിയത്, എത്ര കഴിക്കും, ഒരെണ്ണം വേണോ, ആണെങ്കിൽ അതും കൊടുത്ത്. പിന്നെ ഞങ്ങൾ തമ്മിൽ പരസ്പരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ചമ്മലില്ല. കള്ളു കുടിക്കാത്ത ഒരാളോട് നമുക്ക് നമ്മുടെ കാര്യം പറയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഇതാവും. ചിലപ്പോൾ കൈ വിറക്കിയ ആളുകളുടെ നമ്മളിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കൈ വിറയ്ക്കുമ്പോൾ ഇതെല്ലാം അനുഭവിച്ച ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ വേറെ ഒരു പൊതുവേദിയിൽ ചെന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിലൊരു ഫീലിംഗ് ആയിരിക്കും. ഇവിടെ അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് അതൊരു ഫാമിലി ലൈഫ് പോലെയാണ് ഇവിടെ. കുടുംബജീവിതമാണിവിടെ. കുടുംബത്തിനുള്ളിൽ അത് കാണാൻ സാധിക്കാത്തവർ ഇടയ്ക്കിടെ അവരുടെ പ്രിയപ്പെട്ടവരെ ഇവിടെ വന്ന് സന്ദർശിക്കുന്നു. അച്ഛനോ ഭർത്താവോ സഹോദരനോ ലഹരിയിൽ നിന്നും മുക്തനായ കാഴ്ച കാണുന്നു. സന്തോഷത്തോടെ സ്വയം ഉറപ്പാകട്ടെ, അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാം. പറയൂ എന്ത് വേണമെന്ന്. ഹലോ സുന്ദരി, എന്ത് വേണമെന്ന് പറയൂ. എന്തെങ്കിലും ആവശ്യപ്പെടോ. സുസുക്കി ആക്സസ് 125 ഉണ്ടെങ്കിൽ പിന്നെ വേറെന്ത് വേണം? ഇതിലുണ്ട് ഗ്രേറ്റ് സ്റ്റൈലിംഗ്, ഗ്രേറ്റ് പവർ. സുസുക്കി ആക്സസ് 125 എല്ലാവരുടെയും വിഷ് സഫലമാക്കും. Lindus Water System delivers abundant purified water from well, borewell or even canal. Lindus Water System. Call 0484 327 3737. പുനർജനി പോലുള്ള നിരവധി കേന്ദ്രങ്ങൾ കേരളത്തിൽ വേണ്ടിവരുമെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചനകൾ. ഇത്തരം മാറ്റങ്ങളുണ്ടാകുന്ന കേരളത്തെക്കുറിച്ചറിയാതെ പഴയ കാട്ടാനകൾ പഴയ പാതകളിൽ സഞ്ചരിക്കും.